ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വലിയൊരു പ്രഭാഷണം നടത്താനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ്. ഓരോ കാലത്തും അള്ളാഹു വ്യത്യസ്ത പ്രവാചകന്മാരെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അവന്റെ ദീൻ പ്രബോധനം ചെയ്യുവാൻ വേണ്ടി നിയോഗിച്ചത് നമുക്കറിയാം. എന്നാൽ അവസാന പ്രവാചകനായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കാരണം അവിടുന്ന് അന്ത്യപ്രവാചകനാണ്. പക്ഷേ സമൂഹത്തിൽ എല്ലാ കാലത്തും അന്ത്യപ്രവാചകന് ശേഷവും വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ വ്യതിയാനങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന്റെ അതിന്റെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ വേണ്ടി വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത മുജദ്ദിദുകളെ അല്ലെങ്കിൽ പരിഷ്കർത്താക്കളെ അല്ലെങ്കിൽ ദീനിന്റെ നവോത്ഥാന നായകന്മാരെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ രൂപം കൊണ്ടതായിട്ട് രംഗത്ത് വന്നതായിട്ട് ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം ഒരു വളരെ മഹാനായ ഒരു വ്യക്തിത്വമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഹിജ്റ 470 ജനിക്കുകയും 561 മരണപ്പെടുകയും ചെയ്ത അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്ന മഹാനായ ഇസ്ലാമിക പ്രബോധകൻ. അദ്ദേഹം ഇറാനിലെ തൊബരിസ്ഥാൻ പ്രവിശ്യയിലെ ജീലാൻ അല്ലെങ്കിൽ കീലാൻ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്നും അൽ കീലാനി എന്നും അൽ ജീലി എന്നും ഒക്കെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ സാലിഹ് മൂസ ജംഗി ദോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അദ്ദേഹം പേർഷ്യക്കാരനാണ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറബി സംസാരിക്കുന്ന പ്രദേശത്തല്ല മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടതുകൊണ്ട് മാതാവിന്റെ പിതാവാകുന്നു അദ്ദേഹത്തെ സംരക്ഷിച്ചതും വളർത്തിയതും. വളരെ ദീനും സുഹൃതും ഭൗതിക വിരക്തിയും അറിവുമുള്ള ഒരു കുടുംബത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജനിച്ചത്. ഒരു നവോത്ഥാന നായകൻ എങ്ങനെ രംഗത്ത് വന്നു അല്ലെങ്കിൽ അത് രംഗത്ത് വരുവാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ കാലത്തെ സാമൂഹ്യ ചുറ്റുപാടുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് അദ്ദേഹം ജീവിച്ച പ്രദേശം അഥവാ ജീലാൻ എന്ന പ്രദേശം ദൈലം എന്ന പ്രദേശത്തിന്റെ ഒരു പ്രദേശമാണ്. ഈ ദൈലമിൽ അദ്ദേഹത്തിന്റെ കാലത്ത് വളരെ ഭീകരമായ ഒരു സംഘം, ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ വളരെ ഭീകരമായ ഒരു ക്രിമിനൽ സംഘം ഹഷാഷീൻ എന്ന പേരിൽ ഒരു ആൽമോട്ട് എന്ന ഒരു പർവ്വത നിരകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. അവരൊരുപാട് ഖലീഫമാരെ കൊന്നൊടുക്കുകയുണ്ടായി, ഒരുപാട് പണ്ഡിതന്മാരെ കൊന്നൊടുക്കുകയുണ്ടായി. ആളുകളെ വളരെ ക്രൂരമായി കൊല്ലുന്നത് കൊണ്ട്, അവരെ ഹഷീഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് അഥവാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരെ ഹഷാഷികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആധുനിക ഇംഗ്ലീഷ് ഭാഷയിൽ അസാസിനേഷൻ എന്ന വാക്ക് ഹഷാഷിൻ എന്ന ഈ കൊടും ക്രിമിനലുകളുടെ പേരിൽ നിന്നാണ്
ഇംഗ്ലീഷ് ഭാഷയിൽ ചതിച്ചു കൊല്ലുക എന്നർത്ഥമുള്ള അസാസിനേഷൻ എന്ന വാക്കുണ്ടായിരുന്നു. ഇവര് ഇസ്മായിലി ഷിയ വിഭാഗങ്ങളിൽപ്പെട്ട വളരെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ അതിക്രൂരന്മാരായ വിഭാഗമായിരുന്നു. അപ്പൊ ഇവരുടെ ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അത് കണ്ടുകൊണ്ടാണ്, ആ ഭീകരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ബഗ്ദാദിലെ നിവാമുൽ മുൽക്ക് എന്ന പ്രധാനമന്ത്രിയൊക്കെ അദ്ദേഹം കൊലപ്പെടുത്തുകയുണ്ടായി. 518 മുതൽ 671 വരെ ഇസ്ലാമിക ചരിത്രത്തിൽ അവരുടെ താണ്ഡവം, മനുഷ്യനെ കരളരിയിപ്പിക്കുന്ന ക്രൂരതയുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു പരിതസ്ഥിതിയിലാണ് തന്റെ 18ാമത്തെ വയസ്സിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ അറിവ് അന്വേഷിച്ചുകൊണ്ട് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നാഗരിക കേന്ദ്രമായ ഇറാഖിലെ ബഗ്ദാദിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അങ്ങനെ പോകുമ്പോൾ വലിയ സമ്പാദ്യമോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ ബഗ്ദാദിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയും, കാരണം അന്ന് അറിയാത്ത പ്രദേശം, ആ പ്രദേശത്ത് പോയിട്ട് ആരെ സമീപിക്കണമെന്ന് അറിയുകയില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഹസ്സും അതുപോലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള പുല്ലുകളും അതുപോലുള്ള പലതും തിന്നുകൊണ്ടാണ് ആ കാലത്ത് ജീവിതം കഴിച്ചു കൂട്ടിയത്. ഏതായാലും അന്നത്തെ ബഗ്ദാദിന്റെ അവസ്ഥയും ഇതുപോലെ വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. ബഗ്ദാദിൽ അദ്ദേഹത്തിന്റെ കാലത്ത് 5 ഖലീഫമാർ, അബ്ബാസി ഖലീഫമാർ തുടർച്ചയായിട്ട് അസ്ഥിരമായ ഒരു ഭരണമായിരുന്നു ബഗ്ദാദിൽ നിലനിന്നിരുന്നത്. അതുപോലെ അന്ന് ഉവൈഹികളായിരുന്ന അദ്ദേഹം ചെല്ലുന്നതിന് തൊട്ടു മുമ്പ് ഷിയ ഭരണകൂടമായിരുന്ന അബ്ബാസ് ബഗ്ദാദ് ഭരിച്ചിരുന്നത്. പിന്നീട് സൽജൂക്കികൾ അഥവാ തുർക്കികൾ, സുന്നികൾ ഭരണം പിടിച്ചെടുത്തു. പേരിൽ അബ്ബാസികളാണ് ഭരിക്കുന്നതെങ്കിലും അവർക്ക് അവിടെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഒരു കൊട്ടാരത്തിൽ മാത്രമായിരുന്നു അവരുടെ അധികാരം. ഒരുപാട് സാമ്പത്തിക അസ്ഥിരതയും ഒരുപാട് ധൂർത്തും പൊങ്ങച്ചവും തമ്മാടിത്തവും അതുപോലെയുള്ള അഴിമതികളും അതുപോലെയുള്ള നൃത്യങ്ങളും ചൂതാട്ടവും സംഗീതവും അങ്ങനെ ആ രീതിയിൽ വളരെ ഒരു ദുരവസ്ഥയായിരുന്നു അക്കാലത്തെ ബഗ്ദാദിലെ സാമൂഹ്യ ജീവിതം. ആ കാലത്ത് ഒരു ഭരണാധികാരിയുടെ മകളുടെ സ്വത്തിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ തന്റെ അൽ ബിദായ വന്നിഹായിൽ ഇങ്ങനെ പറയുന്നത് കാണാം. സുൽത്താൻ മലിക് ഷായുടെ മകൾ തന്റെ വസ്തുവകകളുമായിട്ട് കൊട്ടാരത്തിലേക്ക് പോയ ഒരു രംഗം അദ്ദേഹം ഇങ്ങനെ വർണ്ണിക്കുന്നു. 130 ഒട്ടകങ്ങളുടെ, ആ ഒട്ടകങ്ങൾ റോമൻ പട്ടി കൊണ്ട് അലങ്കരിച്ച ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങളുടെ മുകളിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളും 74 കോവർ കഴുതകളിൽ, ഈ കോവർ കഴുതകളും ഇതുപോലെ പട്ടിൽ അലങ്കരിച്ച അതുപോലെ അജ്റാസുകളും കലായിലുകളും അഥവാ ചങ്ങലകളും അതുപോലെയുള്ള മാലകളും മുത്തുകളും ഒക്കെ അലങ്കരിച്ച ഈ കഴുതകൾ, ഇതിന്റെ മുകളിൽ സ്വർണവും വെള്ളിയുമായിരുന്നു ഈ രാജകുമാരി ഈ പുതിയ വീട്ടിലേക്ക് ഇത്രയും ഒട്ടകങ്ങളുടെയും കോവർ കഴുതകളുടെയും പുറത്ത്. അതിൽ 16 പെട്ടികളിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച പെട്ടികളിൽ വ്യത്യസ്തങ്ങളായ മുത്തുകളും പവിഴങ്ങളും ആഭരണങ്ങളും അതുപോലെ ഒരു സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു മർക്കബ്, ഒരു വാഹനം, കൊച്ചു വാഹനവും, അത് മുത്തുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു തൊട്ടിലും, അങ്ങനെ ഒരുപാട് വസ്തുക്കളുമായിട്ടാണ് ജനങ്ങൾ വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന ആ കാലത്ത് അന്നത്തെ രാജാവിന്റെ മകളുടെ അലങ്കാര വസ്തുക്കളെ കുറിച്ചാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. അതുപോലെ അന്നത്തെ ഒരു ഗവർണർക്ക് 500 വെപ്പാട്ടികളും 500 സേവകരും ധാരാളം പാട്ടുകാരികളും 2 ലക്ഷം ദീനാർ വിലയുള്ള വാദ്യ ഉപകരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു.
മറ്റൊരു സാമൂഹിക അവസ്ഥ ബഗ്ദാദിൽ സുന്നികളും ഷിയാക്കളും തമ്മിൽ രക്തപങ്കിലമായ കലാപങ്ങളും പോരാട്ടങ്ങളും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അക്കാലം. അതുമാത്രമല്ല ഷാഫികളും അമ്പലികളും സംഘർഷങ്ങളിൽ ധാരാളം പ്രശ്നങ്ങളും കലാപങ്ങളും നടന്നിരുന്ന ഒരു കാലഘട്ടം. ഈ സാഹചര്യമെല്ലാമാണ് ഇമാം അബ്ദുൽ ഖാദിർ ജീലാനിയെ രൂപപ്പെടുത്തിയതും അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ മന്ത്രി ആളുകൾക്ക് ഉല്ലസിക്കുവാനും നൃത്തത്തിനും സംഗീതത്തിനും വേണ്ടി ഒരു വലിയൊരു സംവിധാനം തന്നെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു. ഏതായാലും ഈ ഒരു പരിതസ്ഥിതിയിൽ 18-ാമത്തെ വയസ്സിൽ ബഗ്ദാദിലെത്തിയ അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ ആ കാലത്തെ ഏറ്റവും പ്രമുഖരായ പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വിജ്ഞാനങ്ങൾ നുകരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1000-ഓളം വാല്യങ്ങളുള്ള വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ ഷെയ്ഖ് അബുൽ വഫ ഇബ്നു അഖീൽ അദ്ദേഹത്തിന്റെ പ്രമുഖ ഉസ്താദായിരുന്നു. അതുപോലെ അബൂ ഗാലിബുൽ ബാഖില്ലാദി, ഹമ്മാദ് ബിൻ മുസ്ലിം അബ്ബാസ്, അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം ആത്മീയ വിജ്ഞാനം അഥവാ തസവ്വുഫ് കരസ്ഥമാക്കിയത്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുരുനാഥനാണ് അബൂ സഈദ് മുഹറമി. പിൽക്കാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ ഈ ഗുരുനാഥന്റെ മദ്രസയാണ് തന്റെ ആത്മീയ പാഠശാലയായി 34 കൊല്ലക്കാലം ബഗ്ദാദിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അർപ്പിക്കാൻ തെരഞ്ഞെടുത്ത കേന്ദ്രം. അദ്ദേഹം ഹിജ്റ 521 തന്റെ അധ്യാപകൻ ഷെയ്ഖ് മഹ്റമിയുടെ പാഠശാലയിൽ അധ്യാപകനായി ചേർന്നു. അതിനു മുമ്പ് അദ്ദേഹം 34 കൊല്ലം വ്യത്യസ്ത പണ്ഡിതന്മാരിൽ നിന്ന് 13 വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടിയെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രകാരന്മാർ പറയുന്നു. അഥവാ 34 കൊല്ലം വിദ്യ അഭ്യസിക്കുകയും 34 കൊല്ലം ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളെ ശരിയായ രീതിയിൽ തർബിയത്ത് ചെയ്യുകയും ചെയ്ത ഒരു ജീവിതമാണ്. 91-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം തന്റെ ഈ പഠന, സംസ്കരണ, നവോത്ഥാന, ഈ ജിഹാദി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ അദ്ദേഹത്തിന്റെ 34 കൊല്ലത്തിനിടയിൽ 1,00,000 വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ചു, പുറപ്പെടുവിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അവരെ വൈജ്ഞാനികമായും ആത്മീയമായും സാംസ്കാരികമായും അവരെ അദ്ദേഹം പാകപ്പെടുത്തുകയുണ്ടായി. അവർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയിൽ നിന്ന് അവരെ തടയുവാനുമുള്ള പ്രായോഗിക പരിശീലനം അദ്ദേഹത്തിന്റെ മദ്രസയിൽ വെച്ച് അദ്ദേഹം നൽകുകയുണ്ടായി. എല്ലാ തരം വിദ്യാർത്ഥികളെയും എല്ലാ തരം മനുഷ്യന്മാരെയും അദ്ദേഹം തന്റെ പ്രബോധനത്തിൽ പരിഗണിച്ചതായി ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി ഇങ്ങനെ പറയുന്നു: കാന നഫ്സൻ സക്കിയ വഹിമ്മ ഖവിയ മുഅത്തിറ വഅലാ ജാനിബിൻ അളീമിൻ മിൻ അസ്സുഹ്ദി വൽ ഖനാഅത്തി വൽ അസൂഫി അൻ ശഹവാത്ത്. അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ സംസ്കൃതചിത്തനായ ആത്മാവും എന്നാൽ അങ്ങേയറ്റത്തെ ശക്തമായ മനസ്സാന്നിധ്യവും എന്നാൽ ഭൗതികതയോട് അങ്ങേയറ്റത്തെ വിരക്തിയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും യഹലോക സൗഭാഗ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഈമാൻ ദുർബലമായ ആളുകൾ തന്റെ സദസ്സുകളിൽ നിന്ന് അവർക്ക് ഈമാനികമായ യഖീനിന്റെ ശക്തിയും ഈമാനിന്റെ ചൂടും ലഭിച്ചു. എന്നാൽ അള്ളാഹുവിന്റെയും ദീനിന്റെയും കാര്യത്തിൽ സംശയാലുക്കളായ ആളുകൾക്ക് ആത്മശാന്തിയും അള്ളാഹുവിന്റെ ദീനിന് കീഴടങ്ങുവാനുള്ള മനസ്സും അദ്ദേഹത്തിന്റെ സദസ്സിൽ നിന്ന് ലഭിച്ചു. എപ്പോഴും അസംതൃപ്തരായ ഉത്കണ്ഠാകുലരായ മനസ്സുകൾക്ക് അദ്ദേഹത്തിൽ നിന്ന് സാന്ത്വനവും സമാധാനവും മനഃശാന്തിയും ലഭിച്ചു. അതുപോലെ ആത്മീയത തേടി വന്ന വിദ്യാർത്ഥികൾക്ക് സൂക്ഷ്മമായ അറിവുകളും മഹത്തായ പോയിന്റുകളും അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ നിന്ന് ലഭിച്ചു.
അതുപോലെ തൊഴിൽ രഹിതരായ വരണ്ട ഹൃദയത്തിന്റെ ഉടമകൾക്ക്, മനസ്സിന്റെ ഉടമകൾക്ക് ഈമാനികമായ ആവേശവും ഇബാദത്തുകളിലുള്ള താല്പര്യവും ലഭിച്ചു. ഭൗതിക സുഖലോലുപതകളിൽ മുങ്ങിക്കുളിച്ചിരുന്ന മനുഷ്യന്മാർക്ക് അവരുടെ പാപങ്ങളിൽ നിന്ന് പിഴുതെറിയുവാനും തൗബയുടെയും അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെയും വാതിലുകൾ അദ്ദേഹം തുറന്നു കൊടുത്തു. ഈ രീതിയിൽ മനുഷ്യന്മാരുടെ എല്ലാ രീതിയിലുള്ള മനുഷ്യന്മാർക്കും അദ്ദേഹം തൻ്റെ പാഠശാലയുടെയും തൻ്റെ ആത്മീയ കേന്ദ്രത്തിന്റെയും കവാടങ്ങൾ തുറന്നു കൊടുത്തു. തൻ്റെ ഈ ജീവിത മാർഗത്തിൽ അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, പരീക്ഷണങ്ങൾ അനുഭവിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള പുല്ലുകളും ഹസ് പോലെയുള്ള ഇലകളും അദ്ദേഹം, മുൾച്ചെടികളും ഭക്ഷിച്ചു എന്ന് അദ്ദേഹം തന്നെ, ചെരുപ്പ് ധരിക്കാൻ പണമില്ലാത്തത് കൊണ്ട് നഗ്നപാതനായി, വീടില്ലാത്തത് കൊണ്ട് തകർന്ന കെട്ടിടങ്ങളിൽ താമസിച്ചു, അന്നത്തിന് വേണ്ടി ചുമട്ട് തൊഴിൽ അദ്ദേഹം ചെയ്തു. അതുപോലെ ആളുകൾക്ക് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന്റെ ബഗ്ദാദിലെ ആദ്യകാലത്തെ ജീവിതം ഈ രീതിയിൽ പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. അല്ലാഹു അദ്ദേഹത്തെ ദാരിദ്ര്യം കൊണ്ടും വിശപ്പ് കൊണ്ടും ജനങ്ങളുടെ അവഗണന കൊണ്ടും അതുപോലെ ഭരണാധികാരികളുടെ അതിക്രമങ്ങൾ കൊണ്ടുമൊക്കെ അദ്ദേഹത്തെ പരീക്ഷിച്ചു. തൻ്റെ 43 മക്കളിൽ 13 പേരല്ലാത്തവർ, 49 മക്കളിൽ 13 പേരല്ലാത്ത മുഴുവൻ മക്കളും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം വറയിൽ അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ മാതൃകായോഗ്യനായ ഒരു പ്രബോധകനായിരുന്നു. രാത്രി നിന്ന് നമസ്കരിക്കുകയും അള്ളാഹുവിനോട് വിലയം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആളുകളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ഹദിയകൾ, സമ്മാനങ്ങൾ അദ്ദേഹം സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഒരു ആൾ അഥവാ സൂക്ഷ്മത ഉണ്ടാകണമെങ്കിൽ 10 കാര്യങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, ഇഫ്ദുൽ ലിസാൻ, നാവിനെ ഗീബത്തുകളിൽ നിന്ന് സംരക്ഷിക്കണം. അൽ ഇജ്തിനാബു മിൻ സൂഇൽ ളൻ, ദുശ്ചിന്തകളിൽ നിന്ന്, ആളുകളെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചൊക്കെയുള്ള സൂഉൽ ളൻ, തെറ്റായ ചിന്തകൾ വെടിയണം. അതുപോലെ സിദുഖുൽ ലിസാൻ, ഏത് പ്രതികൂല കാലാവസ്ഥയിലും സത്യം മാത്രമേ പറയാവൂ. വൽ ഇജ്തിനാബു അനി സുഖ്രിയ, ആളുകളെ പരിഹസിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. വഗ്ദുൽ ബസർ അനിൽ മഹാരിം, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്പണം. അതുപോലെ അൽ മുആഫറത്തു അല സ്വലവാത്തിൽ ഖംസ്, 5 നേര നമസ്കാരം വളരെ സൂക്ഷ്മമായി കൃത്യമായി പാലിക്കണം. തർക്കുൽ കിബർ വൽ ഉലൂ, ഉന്നതിയും അഹംഭാവവും വെടിയണം. അതുപോലെ അൽ ഇസ്തിഖാമത്തു അല സുന്നത്തി വൽ ജമാഅ, സുന്നത്തിലും സഹാബത്തിലും ഉറച്ചു നിൽക്കണം, അഥവാ മുറുകെ പിടിക്കണം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സുന്ദരമായ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ഫത്ഹുർ റബ്ബാനി എന്ന പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ അൽ ഉന്യത്തു ലി ത്വാലിബി അൽ ഹഖ് എന്ന ബഗ്ദാദിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതീവ സുന്ദരമായ, മനസ്സിൽ തറക്കുന്ന ഉപദേശങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ രേഖപ്പെടുത്തിയത്. അദ്ദേഹം പറയുന്നു ഇഖ്ലാസിനെ കുറിച്ച്, അന്നാസു ഹൽക ഇല്ലൽ ആലിമൂൻ, ജനങ്ങളെല്ലാവരും നശിച്ചു പോയവരാണ്, ആലിമുകളൊഴികെ. വൽ ആലിമൂന ഹൽക ഇല്ലൽ ആമിലൂൻ, ആലിമുകളെല്ലാം നശിച്ചു പോയിരിക്കുന്നു, അവരിൽ പ്രവർത്തിക്കുന്ന ആലിമുകൾ ഒഴികെ. വൽ ആമിലൂന ഹൽക ഇല്ലൽ മുഖ്ലിസൂൻ, പ്രവർത്തിക്കുന്നവരും നാശത്തിലാണ്, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്നവരൊഴികെ. പിന്നീട് ഞാൻ പറയുന്നു വൽ മുഖ്ലിസൂന അലാ ഖത്തരിൻ അദീം, മുഖ്ലിസുകൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്, അഥവാ അവർ ഇഖ്ലാസ് ചെയ്യുന്ന സമയം നഷ്ടപ്പെടാം. അപ്പോ ഇഖ്ലാസ് എന്ന സംഗതി ഉറച്ചു നിന്നുകൊണ്ട് ഇൽമുള്ള, അമലുള്ള, കർമ്മം ചെയ്യുന്ന ആളുകൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും മനുഷ്യൻ ശുഭപ്രതീക്ഷയിലും, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലും, എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിലുമായിരിക്കണം കഴിഞ്ഞുകൂടേണ്ടത്. അൽ ഖൗഫു വർ റജാ, അദ്ദേഹം പറയുന്നു ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ്
പ്രതീക്ഷയും ഭയവും. അള്ളാഹു എന്നെ കുറിച്ചു എന്ത് ചെയ്യുമെന്നുള്ള ഭയവും അള്ളാഹു എന്നെ സംരക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയും. ഇതൊരു പക്ഷിയുടെ രണ്ട് ചിറകുകളെ പോലെയായിരിക്കണം. ലാ യത്തിമുൽ ഈമാനു ഇല്ലാ ബിഹിമാ. അത് രണ്ടും ഇല്ലാതെ ഒരാളുടെ ഈമാൻ ഒരിക്കലും പൂർത്തിയാവുകയില്ല. അലൈക്കും ബിൽ ഇത്തിബാ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം. ബിലാ ഇബ്തിദാ, നിങ്ങൾ ഒരിക്കലും ബിദ്അത്ത് ചെയ്യരുത്. തഫഖഹ് സുമ്മ അഅ്തദിൽ, ആദ്യം പഠിക്കണം, എന്നിട്ട് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പഠിക്കാതെ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സൂഫികളാണ് ഈ കാലത്തുള്ളത്, അല്ലെങ്കിൽ പല കാലങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പല കുഴപ്പങ്ങളിലും അകപ്പെട്ടതായി കാണാം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിലേക്ക് നീ പറക്കുക ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചിറകുകൾ കൊണ്ട്. കുല്ലു ഹഖീഖത്തിൻ ലാ തസ്തദലു ലഹാ അശ്ശരിഅ വഹിയ സന്ദഖത്തുൻ. ഈ സൂഫിസം, അതിനാണ് ഹഖീഖത്ത് എന്നൊക്കെ പറയാം. തരീഖത്ത്, ഹഖീഖത്ത്, മാരിഫത്ത് എന്നൊക്കെ പറയുന്ന ഈ സാധനം ശരീഅത്തില്ലെങ്കിൽ അത് മതനിഷേധമായി മാറും. ഇന്ന് കേരളത്തിലെ ലോകത്തിലെയും പല സൂഫികളെയും പരിശോധിച്ചാൽ അവർ മത നിരാശരായി, മതത്തെ നിരാകരിക്കുന്നവരായിട്ട് കാണാൻ സാധിക്കുന്നവര് അവർ ശരീഅത്തിനെ അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ സൂഫിസം സ്വീകരിച്ചത്. ശരീഅത്തിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഹഖീഖത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവൻ സന്ദഖത്തയിൽ അഥവാ മതനിരാശത്തിൽ പെട്ടുപോകുമെന്ന് ഷെയ്ഖ് തന്റെ പ്രഭാഷണങ്ങളിൽ ഉപദേശിക്കുന്നു. അദ്ദേഹം അങ്ങേയറ്റത്തെ വിനയാന്വിതനായിരുന്നു. നമ്മുടെ പാട്ടിൽ പറയുന്നത് പോലെ എന്നൊന്നല്ല, എന്റെ പാദം ഔലിയാക്കന്മാരുടെ പിരടിയിലാണ് എന്ന അഹങ്കാരത്തിന്റെ വചനങ്ങളൊന്നും പറഞ്ഞ ആളല്ല. അദ്ദേഹം അങ്ങേയറ്റത്തെ വിനയാന്വിതനായിരുന്നു. തന്റെ വിനയം ജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളെയും ഫുഖറാക്കളുടെയും കൂടെ ഭക്ഷിക്കുകയും അവരെ കൂടെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും സവിശേഷമായ സ്വഭാവങ്ങളാണ് ഇഖ്ലാസ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് മാത്രമാക്കുക തന്റെ ജീവിതം. അതുപോലെ സിദ്ഖ്, സത്യസന്ധത, തവക്കുല്, എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക. സുഹുദ്, ഈ ലോകത്തെ എല്ലാ സുഖങ്ങളിൽ നിന്നും വെടിയുക, അഥവാ ഭൗതികമായ സുഖലോലുപതകൾ വെടിയുക. അതുപോലെ അള്ളാഹുവിന്റെ എല്ലാ വിധിയിലും തൃപ്തിപ്പെടുക. കണ്ട, ഈ 10-30 മക്കൾ മരിച്ചിട്ട് അദ്ദേഹം അതിൽ തൃപ്തിപ്പെട്ടു. അതുപോലെ മുജാഹദത്തു ബിന്നഫ്സ്, തന്റെ നഫ്സിനോടുള്ള നിരന്തരമായ പോരാട്ടം, അഥവാ പിശാചിനോടും നഫ്സിനോടുമുള്ള പോരാട്ടം. തന്റെ മദ്രസ പിന്നീട് ആളുകൾ അത് ഏറ്റെടുത്തു, പണക്കാരതിന് പണം കൊടുത്തു, അത് വികസിപ്പിച്ചു. പിന്നീട് പാവപ്പെട്ടവർ അതിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തു. അങ്ങനെ ബഗ്ദാദിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന, അറിവ് തേടുന്ന, ആത്മീയത തേടുന്ന കേന്ദ്രമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പാഠശാല, മദ്രസ വളർന്നു. ആ മദ്രസ പിന്നീട് ലോകത്തിന് സംഭാവന ചെയ്തത് ഒന്ന് തർബിയത്ത്, അഥവാ തലമുറകളെ പരിശീലിപ്പിച്ചു. ഇസ്ലാമിന്റെ ശിക്ഷണം കൊടുക്കുവാൻ മദ്രസയ്ക്ക് സാധിച്ചു. ശിർക്കിനും വിദേഹത്തിനും എതിരിലുള്ള പോരാട്ടം ആ മദ്രസയിൽ നിന്ന് ലോകത്തൊട്ടാകെ സംഭവിച്ചു. ആത്മസംസ്കരണം, സമൂഹ സംസ്കരണം. അവരൊരിക്കലും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും മാറി നിന്ന് സൂഫികളായിരുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് അവരുടെ പിന്മുറക്കാരാണ്. സലാഹുദ്ദീൻ അയ്യൂബിക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് പിന്തുണ നൽകിയതും സലാഹുദ്ദീൻ അയ്യൂബി കുരിശുപടയാളികളിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് ഇറക്കിയതും ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ശിഷ്യന്മാരുടെ പിന്തുണയോടുകൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മുൻഗാമി നൂറുദ്ദീൻ സെങ്കി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഷാമിൽ നിന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പാഠശാലയിലേക്ക് പറഞ്ഞയക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഷെയ്ഖ് സലാഹുദ്ദീൻ അയ്യൂബി 589 ഖുദ്സ് തിരിച്ചു പിടിച്ച ആ ടീമിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ശിഷ്യന്മാരായ ഇബ്നു നജ്ജ, ഇബ്നു ഖുദാമ, ഇബ്നു സക്കി അശ്ശാഫിഈ തുടങ്ങിയ പോരാളികൾ ഷെയ്ഖിന്റെ ശിഷ്യന്മാരായ
ആത്മീയ ശിഷ്യന്മാർ, അവരുടെ തർബീയത്തും സംസ്കരണവുമുള്ള ശിഷ്യന്മാരുടെ മേൽനോട്ടത്തിലാണ് ഷെയ്ഖ് സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഖുദ്സ് തിരിച്ചു പിടിക്കാൻ സാധിച്ചത്. അഥവാ ഏത് കാലത്തും നമുക്ക് ഖുദ്സ് തിരിച്ചു പിടിക്കണമെങ്കിൽ തൗഹീദും ഇഖ്ലാസും തർബീയത്തും അതുപോലെ തസ്കിയത്തുമുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി സൃഷ്ടിച്ച പോലുള്ള ഒരു സമൂഹത്തിന്റെ രൂപീകരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഈ ചരിത്രം പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഇന്ന് പല സൂഫികളും പറയുന്നത് പോലെ ഷെയ്ഖിന്റെ മുമ്പിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ കിടക്കുന്നത് പോലെ ഷെയ്ഖ് എന്ത് പറഞ്ഞാലും ധിക്കരിക്കാതെ അങ്ങേയറ്റം അനുസരിക്കണം എന്നതാണ് പല സൂഫികളും അവരുടെ ഷെയ്ഖന്മാരെ കുറിച്ച് അവരുടെ മുരീദന്മാരെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഷെയ്ഖ് ശറഇന് വിപരീതമായ എന്തെങ്കിലും കണ്ടാൽ അദ്ദേഹത്തോട് അതിനെ കുറിച്ച് അന്വേഷിക്കണം. അദ്ദേഹത്തോട് നേരിട്ടല്ലെങ്കിൽ സൂചന മൂലം അദ്ദേഹത്തോട് ആ കാര്യം ബോധിപ്പിക്കണം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഷെയ്ഖിന് ഇസ്മത്ത് അഥവാ പാപ സുരക്ഷിതത്വം, ഷെയ്ഖ് പാപമില്ലാത്ത ആളാണ് എന്ന വിചാരം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിക ലോകത്ത് 400ഓളം പാഠശാലകൾ സ്ഥാപിക്കുകയും അങ്ങനെ ലോകത്ത് ഇസ്ലാഹിന്റെയും തൗഹീദിന്റെയും തർബീയത്തിന്റെയും ജിഹാദി ആവേശത്തിന്റെയും പതാക മുസ്ലിം ലോകത്ത് പരത്തുകയും ചെയ്തു. അതിൽ അവര് വിജയിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ പറ്റി പിൽക്കാലത്ത് പല കറാമത്തുകളും അദ്ദേഹത്തിന്റെ നിന്ന് പറയുന്ന പല കറാമത്തുകളും അത്ഭുത കഥകളും ലോകത്ത് പ്രചരിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ പാടാറുള്ള പല കിതാബുകളിലും പല പദ്യങ്ങളിലൊക്കെ ഉള്ള 1-2 വരികളെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അദ്ദേഹം പറഞ്ഞതായിട്ട് ഇങ്ങനെ പറയുന്നു: അനക്കുന്തുമാ ഞാൻ നോഹിന്റെ കൂടെ കപ്പലിലുണ്ടായിരുന്നു. അദ്ദേഹം സമുദ്ര സഞ്ചാരം നടത്തിയപ്പോഴും തൂഫാൻ നടത്തിയപ്പോഴും എന്റെ കയ്യിന്റെ ശക്തിയിലാണ് നോഹ് രക്ഷപ്പെട്ടത്. ഇബ്രാഹിം തീരെറിയപ്പെട്ടപ്പോൾ ഞാനാണ് ഇബ്രാഹിമിന്റെ തീ കെടുത്തി അദ്ദേഹത്തിന് തണുപ്പ് നൽകിയത്. ഇസ്മായിലിനെ അറുക്കുന്ന ഘട്ടത്തിൽ ഞാൻ അവിടെ സാക്ഷിയായി ഉണ്ടായിരുന്നു. ഞാനാണ് അവിടെ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് ആരെ രക്ഷപ്പെടുത്തിയത്? ഇസ്മായിലിനെ രക്ഷപ്പെടുത്തിയത്. യാക്കൂബ് കരഞ്ഞ് അദ്ദേഹത്തിന് കണ്ണ് നഷ്ടപ്പെട്ട ആ സന്ദർഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ തൊട്ടുനീര് കൊണ്ടാണ് യാക്കൂബിന്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടിയത്. ഞാൻ മൂസയോടൊപ്പം അള്ളാഹുവിനോട് സംഭാഷണം ചെയ്യാൻ പോയ ഘട്ടത്തിൽ മൂസയോടൊപ്പം ഞാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വടി എന്റെ വടിയിൽ നിന്ന് അദ്ദേഹം എടുത്തതാണ് തന്റെ വടി. ഈസ നബി തൊട്ടിലിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ രാഗത്തിന്റെ സൗന്ദര്യമാണ് ഞാൻ ദാവൂദിന് നൽകിയത് എന്നൊക്കെ തുടങ്ങിയ വളരെ അപകടകരമായ പ്രവാചകന്മാരുടെ മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിത്വമായിട്ടാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് പറയുന്നത്. വേറെ രസം എന്താണെന്ന് വെച്ചാല് ഈ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കൊടുത്ത ഈ പദവികളെല്ലാം തന്നെ ഷിയാക്കൾ അലി റളിയല്ലാഹുവിന് കൊടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാനുണ്ടായിരുന്നു എന്ന് അലി റളിയല്ലാഹുവിന് പറഞ്ഞതായിട്ട് ഷിയാക്കളുടെ പ്രമുഖ ഗ്രന്ഥമായ നിഅമത്തുല്ലാഹിൽ ജസായിരിയുടെ അൽ അൻവാറുൻ നുഅ്മാനിയ എന്ന പുസ്തകത്തിൽ കാണാം ഇതേ വരികൾ. പക്ഷെ ഇവിടെ കഥാപാത്രം അബ്ദുൽ ഖാദിർ ജീലാനി ആണെങ്കിൽ അവിടെ അലി റളിയല്ലാഹു ആണെന്ന് മാറ്റുന്ന വ്യത്യാസം മാത്രം. എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് യാതൊരു കറാമത്തും
അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. അദ്ദേഹത്തിന് ധാരാളം കറാമത്തുകളുള്ളതായി ഷെയ്ഖ് ഇബ്നു ഖുദാമ, ഇബ്നു റജബുൽ ഹംബലിയൊക്കെ തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കറാമത്തുകൾ പറയപ്പെടുന്ന ഉദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന്. അദ്ദേഹത്തിന്റെ ചില കറാമത്തുകൾ നമുക്ക് പറയാം. ഒന്ന്, അദ്ദേഹം ബഗ്ദാദിലേക്ക് ചെറിയ കുട്ടിയായി അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ ബഗ്ദാദിലേക്ക് പഠിക്കുവാൻ വേണ്ടി പറഞ്ഞു. ഒരു കച്ചവട സംഘത്തിന്റെ കൂടെയായിരുന്നു പഠിക്കാൻ വേണ്ടി. അപ്പോൾ 40 ദീനാർ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ സഞ്ചി ഉണ്ടാക്കി കക്ഷത്തിന്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിരുന്നു. കള്ളന്മാർ പിടിക്കായിരുന്നു. അങ്ങനെ ഇവരെ ബഗ്ദാദിലെത്തുന്നതിന് മുമ്പ് ഒരു കൊള്ള സംഘം ഇവരെ പിടികൂടി. ഈ കച്ചവട സംഘത്തെ പിടികൂടി. എല്ലാവരെയും ഇവിടെ ഒരു ചോദ്യം ചെയ്തു, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് അവര് പിടിച്ചത് പറഞ്ഞു, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ അബ്ദുൽ ഖാദിർ ജീലാനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യില് 40 ദീനാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത്ഭുതം. അവരെ ഈ കുട്ടി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോ ഒരു കുട്ടി വെറുതെ പറയുകയാണെന്ന് കരുതിയിട്ട് അവര് ആ കുട്ടീനെ ഒഴിവാക്കി. പക്ഷെ വീണ്ടും അവരുടെ കൊള്ള സംഘത്തിന്റെ നേതാവ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ കക്ഷത്ത് നിന്ന് ഈ സഞ്ചി എടുത്തു കൊടുത്തു. അപ്പോ അവർക്ക് ഭയങ്കര അത്ഭുതമായി. ഈ ഒരു കുട്ടി എങ്ങനെ സത്യം പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അവര് എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ ഇതിൽ ഈ സത്യസന്ധതയിൽ മനസ്സിലാക്കി അവര് അവരുടെ കള്ളത്തരം അഥവാ കൊള്ള ഒഴിവാക്കി എന്ന് ചരിത്രത്തിൽ കാണാം. ഇതൊരു കറാമത്താണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറയുന്ന മറ്റൊരു കറാമത്താണ്, ഒരിക്കൽ അദ്ദേഹം ഈ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ, അദ്ദേഹം ബാഗ്ദാദിലെ ജീവിതകാലത്ത് ഈ പഠനത്തിന്റെ കാലത്ത് തന്നെ പലപ്പോഴും അദ്ദേഹം മരുഭൂമിയിലേക്ക് പോകാറുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഏകാന്ത ജീവിതം അനുഷ്ഠിക്കുവാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ നിന്നൊരു മിന്നൽ പിണർ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട്, മൊയ്തീൻ, ഞാൻ നിനക്ക് എല്ലാ ഹറാമുകളും ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവെ പറയുന്നത് പോലെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കപ്പെട്ട പിശാചേ, നീ പുറത്തു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിശാച് പറഞ്ഞു, ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ 70 ഔലിയാക്കന്മാരെ പിഴപ്പിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഞാൻ ഹറാമുകൾ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന എന്റെ വാക്കിൽ നിനക്ക് മുമ്പ് 70 ഔലിയാക്കന്മാർ പിഴച്ചു പോയിട്ടുണ്ട്. ഇദ്ദേഹം ഈ സംഭവം തന്റെ ശിഷ്യന്മാരോട് വിശദീകരിച്ചപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പിശാചാണെന്ന് മനസ്സിലായത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഹറാമുകൾ ഹലാലാക്കിയിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് ഹറാമുകൾ ഹലാലാവുക? അഥവാ ശരീഅത്ത് ഏത് ഘട്ടത്തിലും മുറുകെ പിടിച്ചത് കൊണ്ടാണ് അദ്ദേഹം പിശാചിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു കറാമത്താണ്. കാരണം ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. അഥവാ ഏത് ഘട്ടത്തിലും സത്യത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കുക. അദ്ദേഹത്തിന്റെ മറ്റൊരു കറാമത്ത്, 5000 മുശ്രിക്കുകളും ക്രിസ്ത്യാനികളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രകാരന്മാർ പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു കറാമത്താണ്. ഇത്ര കൂടുതൽ ആളുകൾ ഒരാളുടെ സംഭാഷണം കേട്ടിട്ട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടമായത് ഒരുപക്ഷെ മറ്റു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 1,00,000 പാപികൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് തൗബ ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അപ്പൊ ഈ സത്യസന്ധമായ കറാമത്തുകൾ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ ഇസ്ലാമിക പണ്ഡിതന്മാർ, ഉദാഹരണം ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയർ അഅ്ലാമിൻ നുബല എന്ന കിതാബിലും, ഹംബലി മദ്ഹബുകാരനായ ഇബ്നു റജബുൽ ഹംബലി അദ്ദേഹത്തിന്റെ ദൈലു തബഖാത്തിൽ അനാബില എന്ന പുസ്തകത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ ധാരാളം സത്യസന്ധമായ കറാമത്തുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടിലുള്ള കറാമത്തുകളൊക്കെ ആദ്യമായിട്ട് ബഹിജത്തുൽ അസ്റാർ
മഅദിനുൽ അൻവാർ എന്ന ഈജിപ്തുകാരനായ അലി ഇബ്നു യൂസുഫ് ശത്നൂഫി എന്ന ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ പറഞ്ഞ കറാമത്തുകളാണ് സദഖത്തുല്ലാഹിൽ കാഹിലുടേതെന്ന് പറയുന്ന കുത്തുബിയ്യത്തിലും കോഴിക്കോട് കാളിയുടെ പിന്നെ മൊഹീദ്ദീൻ മാലികൾക്കുള്ള കറാമത്തുകൾ, അഥവാ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോട് ഒരിക്കലും യോജിക്കാത്ത അതിമാനുഷനാക്കിക്കൊണ്ടുള്ള കറാമത്തുകൾ ഈ ബഹിജത്തുൽ അസ്റാർ എന്ന ഈ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് വന്നത്. അതിൽ നിന്നാണ് പിന്നീട് നമ്മുടെ ആളുകളൊക്കെ ഈ കറാമത്ത്, ഈ കെട്ടുകഥകൾ കറാമത്ത് എന്ന പേരിൽ അവരുടെ പുസ്തകത്തിൽ പ്രയോഗിച്ചത്. എന്നാൽ ഈ ബഹിജത്തുൽ അസ്റാർ എന്ന പുസ്തകത്തെ പണ്ഡിതന്മാർ എന്താണ് പറയുന്നത് നോക്കുക. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, വഖദ് ജമഅ ശത്നൂഫി ഫി കിതാബിഹി അൽ ബഹിജ മിനൽ അഖ്ബാരി മാ ലാ യസിഹു അക്സറുഹു വഫീഹി മാ യശ്ബഹുൽ മൗദൂ. തന്റെ ബഹിജ എന്ന പുസ്തകത്തിൽ ഈ ശത്നൂഫി സഹീഹല്ലാത്ത ഉദ്ധരണികളാണ് ഭൂരിപക്ഷവും അദ്ദേഹം കൊണ്ടുവന്നത്. അതിൽ പലതും മൗദൂ അഥവാ കെട്ടുകഥകളാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് ഇമാം സഖാവി റഹിമഹുല്ലാഹ് പറയുന്നു, ശത്നൂഫിയുടെ ബഹിജ എന്ന കിതാബ് മനാക്കിബിന്റെ അഥവാ വർണ്ണനയുടെ കിതാബ് അതിര് കവിഞ്ഞ വർണ്ണനകളാണുള്ളത്. അതിൽ അതിശയകരങ്ങൾ കൊണ്ട് അദ്ദേഹം കുത്തി നിറഞ്ഞിരിക്കുന്നു. അതില് പിന്നെ യാതൊരു സത്യവുമില്ല, ബില്ലും ബ്രേക്കുമില്ലാത്ത കഥകളാണ് അദ്ദേഹം അതിൽ കൊണ്ടുവന്നത്. അതുപോലെ ഇമാം ദഹബി പറയുന്നു, ഈ ശത്നൂഫിക്ക് ധാരാളം മുങ്കറുകൾ അഥവാ വേണ്ടാത്തരങ്ങൾ കുത്തി നിറച്ച പുസ്തകമാണ് ശത്നൂഫിയുടെ പുസ്തകങ്ങൾ. അതൊരിക്കലും പണ്ഡിതന്മാർ ആശ്രയിക്കരുത് എന്ന് ഇമാം ദഹബി പറയുന്നു. ഇമാം ഇബ്നു തൈമിയ പറയുന്നു, കസീറു മിൻ ഹാദിൽ കുതുബ് മിസൽ ബഹിജ വ ഖലാഇദുൽ ജവാഹിർ, ബഹിജ ഖലാഇദുൽ ജവാഹിർ പോലുള്ള കിതാബുകളിൽ ഭൂരിഭാഗവും ഫിഹാ അഹാദീസുൽ മക്ദൂബ, വ്യാജമായ ഹദീസുകളാണ് ഇതിലുള്ളത്. വഹികായാത്തുൻ ബാത്തില, കള്ളക്കഥകളാണ് ഇതിലുള്ളത്. തർഫഉൽ ഔലിയാ ഫൗക മഖാമിൻ നുബുവ, നുബുവത്തിന്റെ മേലെ ഔലിയാക്കന്മാരെ നബിമാരുടെ മേലെ പ്രതിഷ്ഠിക്കുന്ന കെട്ടുകഥകളാണ് ഇത്തരം പുസ്തകങ്ങളിലുള്ളത്. ഈ പുസ്തകമാണ് ഇമാം ഇബ്നു റജബുൽ ഹംബലി പറയുന്നു, ശത്നൂഫി തന്റെ പുസ്തകത്തിൽ ബഹിജ എന്ന പുസ്തകത്തിൽ കള്ളങ്ങളും കെട്ടുകഥകളും വ്യാജ നിവേദനങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ പുസ്തകം ഒരിക്കലും ആശ്രയിക്കാൻ പറ്റാത്ത പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്നാണ് ഇവിടെ കേരളത്തിൽ പ്രചാരത്തിലുള്ള കുതുബിയ്യത്ത് പോലുള്ള പുസ്തകങ്ങളിലുള്ള അത്ഭുത കഥകൾ വന്നത്. ഈ കുതുബിയ്യത്ത് എന്നത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുകാരനായ സദഖത്തുല്ലാഹിൽ കാഹിലി രചിച്ചതാണ്. പക്ഷെ സദഖത്തുല്ലാഹിൽ കാഹിലിയുടെ മറ്റു പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ നിലപാട് ഇതിന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അബൂ മുഹമ്മദ് ബിൻ യഹ്യ എന്ന തന്റെ ഒരു സുഹൃത്തിനെ ഈ കത്തിൽ പറയുന്നു, ഇന്ന മഹദ തൗഹീദ് വ കമാലുൽ ഇഖ്ലാസ് വ ഇഫ്റാദുല്ലാഹി ബിൽ ഖസ്ദി വൽ ഇബാദ, സമ്പൂർണമായ തൗഹീദും പൂർണ്ണമായ ഇഖ്ലാസും ആരാധനയിലും കാര്യങ്ങൾ തേടുന്നതും അല്ലാഹുവിനോട് മാത്രമാക്കുക എന്നതാകുന്നു. വന്നഹു ലാ മുഅസ്സിറ ഫിൽ വജൂദി ഇല്ലാഹു, ഈ പ്രപഞ്ചത്തിൽ സ്വാധീനം ചെലുത്തുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനത്തെ ഒരാളെ ഇതുപോലുള്ള കഥകൾ, അത്ഭുത കഥകൾ ഉദ്ധരിക്കുന്ന ഒരു പുസ്തകം രചിക്കുമെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. അതുപോലെ അദ്ദേഹം പറയുന്നു, അൽ ഉമൂറുൽ മുഹ്ദസ അല്ലത്തി ലാ അസ്ല ലഹാ ഫി ശറഇ വഹിയ മിൻ ഖബീലിൽ ബിദഇ അൽ മദ്മൂമ, ഈ ശറഇൽ അടിസ്ഥാനമില്ലാത്ത പുത്തനാചാരങ്ങൾ അത് വളരെ മോശമായ ബിദ്അത്തുകളിൽപ്പെട്ടതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ നമുക്ക് ഈ കുതുബിയ്യത്ത് എന്ന പുസ്തകം കാണാൻ സാധിക്കില്ല. ഇതുപോലെ 1500 കേരളത്തിൽ കോഴിക്കോട് ജനിച്ച ഖാലി മുഹമ്മദ് രചിച്ചി എന്ന് പറയപ്പെടുന്ന മൊഹീദ്ദീന്മാരിലും ഇതുപോലുള്ള അസാധാരണമായ അത്ഭുത കഥകൾ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പറയുന്നത് കാണാം. ഈ മൊഹീദ്ദീൻമാര ഇദ്ദേഹം സ്വീകരിച്ചത് നേരത്തെ പറഞ്ഞ ബഹിജ എന്ന കിതാബിൽ നിന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നു, അവർ ചൊന്ന ബൈറ്റിനും ബഹിജ കിതാബിനും അങ്ങീനെ തക്മീല തന്നീനും കണ്ടോവ, ഈ പുസ്തകം അഥവാ മൊഹീദ്ദീൻമാർ അദ്ദേഹം ഓർത്തെടുത്തത്
തക്കിമില എന്ന പുസ്തകത്തിൽ നിന്നും ബഹിജ എന്ന കിതാബിൽ നിന്നും അവർ ചെന്ന വ്യക്തിയിൽ നിന്നുമാകുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോ ഇത്തരം കറാമത്തുകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് ഇത്തരം തെളിവുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നു. അബ്ദുൽ ഖാദിർ ജീലാനി അൽ മുഫ്തറ അലൈഹി, തെറ്റിദ്ധരിക്കപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പുസ്തകത്തിൽ നമുക്ക് ഇത്തരം കഥകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, കേരളത്തിൽ 1400 അല്ലെങ്കിൽ 500, 600 കാലത്ത് ഭക്തകവികളുടെ കാലഘട്ടമായിരുന്നു കേരളം. അഥവാ ഹിന്ദു മതത്തിലാട്ടെ മറ്റു മതങ്ങളിലാട്ടെ ഭക്തകാവ്യങ്ങൾ നിറഞ്ഞൊരു കാലമാണ്. അതുകൊണ്ട് അക്കാലത്ത് ഒരു ഇസ്ലാമിക ഭക്തകാവ്യം എന്ന പേരിൽ ഇദ്ദേഹം രചിച്ചതായിരിക്കും ഈ പുസ്തകം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, തുഞ്ചത്തെഴുത്തച്ഛൻ, മേൽപ്പത്തൂർ ഭട്ടത്തിരി, ഇവരുടെയൊക്കെ ഭക്തകവികളുടെ ഒരു കാലഘട്ടത്താണ് ഖാദി മുഹമ്മദ് രചിച്ചത്. അപ്പൊ അവർ ഹൈന്ദവ ഭക്തകാവ്യങ്ങൾ രചിച്ചപ്പോൾ ബദലായിട്ട് ഇദ്ദേഹം ഇസ്ലാമിക ഭക്തകാവ്യം അഥവാ മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഒരു അതിമാനുഷനായി അവതരിപ്പിച്ചത് കൊണ്ട് രചിച്ചതായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇങ്ങനെയുള്ള കെട്ടുകഥകളും എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന്, നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു, അതുപോലെയുള്ള വളരെ ഭീകരമായ അള്ളാഹുവിന് അനിഷ്ടകരമായ വാക്കുകൾ പറഞ്ഞതായി അദ്ദേഹത്തിന് എല്ലാവരും. എന്നാൽ യഥാർത്ഥ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ വിശ്വാസം എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ അൽ ഉന്യത്തുൽ താലിബി അൽ ഹഖ് എന്ന പുസ്തകത്തിൽ നിന്നും ഫതുഹുർ റബ്ബാനി എന്ന പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം തന്റെ ഉന്നയിൽ ഇങ്ങനെ പറയുന്നു: അൻ തഅരിഫ അന്നല്ലാഹ വാഹിദുൻ അഹദ് വഹുവ ബിജിഹത്തിൽ ഉലുബി മുസ്തവൻ അലൽ അർശ് മുഹ്തവൻ അലൽ മലിക് അലൽ മുൽക് മുഹീത്തുൻ മുഹീത്തുൻ ഇൽമുഹു ബിൽ അശ്യാ യസ്അദുൽ കലിമു തയ്യിബ് വൽ അമൽ സ്വാലിഹ് ഇലൈഹി വലാ യജൂസു വസ്ഫുഹു ബിഅന്നഹു ഫീ കുല്ലി മകാൻ ബൽ യുഖാലു അന്നഹു ഫിസ് സമാഇ അലൽ അർശ്. ഇദ്ദേഹത്തിന്റെ വിശ്വാസം സലഫി വിശ്വാസമാണ് എന്ന് ഈ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയുള്ള അശ്അരി വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഖീദത്തു അഹ്ലി സലഫ് അഥവാ സലഫി വിശ്വാസമായിരുന്നു ഇബ്നു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പുലർത്തിയിരുന്നത്. അശ്അരികൾ പറയുന്ന അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നാണ്. സലഫികൾ പറയുന്ന അള്ളാഹു അർശിൽ 7ാം ആകാശത്താണ് എന്ന്. ഇത് വളരെ ഗുരുതരമായ വ്യത്യാസമാണ്, ചെറിയ വ്യത്യാസമല്ല. ഈ വിശ്വാസത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് സലഫ് വിശ്വാസത്തിന്റെ കൂടെയാണ്. അദ്ദേഹം പറയുന്ന അള്ളാഹു ഏകനാണ്, ഒരുവനാണ്, അവൻ ഉന്നതിയിലാണ്, അവന്റെ അർശിൽ വിരാജിക്കുകയാണ്. അല്ലാഹു അക്ബർ. അള്ളാഹു എല്ലാ സ്ഥലത്തും ഇല്ല, പക്ഷെ എല്ലാം അള്ളാഹുവിന്റെ അറിവിലാണ് നടക്കുക. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അള്ളാഹു എല്ലായിടത്തുമില്ല, പക്ഷെ എല്ലാം അള്ളാഹു അലീമാണ്, ബസീറാണ്. അള്ളാഹുവിലേക്കാണ് ഉന്നതമായ മഹത്തായ വാക്കുകൾ ഉയരുന്നത്. അവനെക്കുറിച്ച് അവൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ബൽ യുഖാലു അന്നഹു ഫിസ് സമാഇ അലൽ അർശ്. അദ്ദേഹത്തിന്റെ അൽ ഉന്യ ലിത്വാലിബി അൽ ഹഖ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു. അതുപോലെ അശ്അരി മുഅ്തസിലികൾ പറയുന്നു ഈമാൻ എന്ന് പറഞ്ഞാല് കർമ്മം വാക്കുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചാൽ മതി, കർമ്മം എന്ത് ചെയ്യാം. എന്നാൽ അഹ്ലുസുന്നയുടെ നിലപാട് അതല്ല. ഇന്നൽ ഈമാന ഖൗലുൻ ബിൽ ലിസാനി വമഅരിഫത്തുൻ ബിൽ ജിനാൻ. ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും നാക്കുകൊണ്ട് വെളിവാക്കി പറയുകയും ചെയ്യണം. ചില നമ്മുടെ നാട്ടിൽ ചില ഉസ്താദന്മാരൊക്കെ പറയുന്നു വിഗ്രഹത്തിന് മുമ്പ് പോയി സുജൂദ് ചെയ്താലും എന്താവില്ല, ഈമാൻ നഷ്ടപ്പെടില്ല. കാരണം ഈമാന്റെ സ്ഥാനം ഹൃദയമാണ്. കർമ്മ എന്ത് ചെയ്താലും ഈമാൻ നഷ്ടപ്പെടില്ല എന്നാണ് ചില ആളുകളുടെ, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വിശ്വാസം. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം ഈമാന് കർമ്മവും വിശ്വാസവുമാണ് എന്നാണ്. വഅമലുൻ ബിൽ അർകാൻ യസീദു ബിത്താഅതി വയൻഖുസു ബിൽ ഇജ്തിഹാദ്. ഈമാൻ ഒരിക്കലും ഏറ്റക്കുറച്ചിൽ വരില്ല. ഏരാളെ ഈമാൻ എന്നും ഒരുപോലെ ആയിരിക്കും എന്നാണ് മുഅ്തസിലികളുടെ വിശ്വാസം. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം
ഈമാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതനുസരിച്ച് വർദ്ധിക്കുകയും തിന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യുമെന്നാണ്. അതാണ് ഇവിടെ ശൈഖ് പറയുന്നത്. അദ്ദേഹം പറയുന്നു വലാ നഖ്റുജു മിനൽ കിതാബി വസ്സുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വൃത്തത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു കിടക്കുകയില്ല. നഖറഉൽ ആയത വൽ ഖബർ വനുമിനു ബിമാ ഫീഹിമാ, നമ്മൾ ആയത്തും ഹദീസും വായിക്കുന്നു, അതിലുള്ളത് വിശ്വസിക്കുന്നു. വനക്കിലുൽ കൈഫിയ, എന്നാൽ ആയത്തിൽ പറയുന്ന സംഗതികളുടെ അള്ളാഹുവിന്റെ കരം എന്ന് പറഞ്ഞാൽ അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല. അത് അള്ളാഹുവിലേക്ക് നമ്മൾ ചേർത്തുന്നു, തവക്കുലാക്കുന്നു. അദ്ദേഹം പറയുന്നു അലൈക്കും ബിൽ ഇത്തിബാഇ മിൻ ഗൈരി ഇബ്തിദാഇ, നിങ്ങൾ ഒരിക്കലും ബിദ്അത്തുകൾ ചെയ്യരുത്, നിങ്ങൾ സുന്നത്തിനെ ഇത്തിബാഇ ചെയ്യുക. അലൈക്കും മദ്ഹബസ് സലഫിസ് സാലിഹ്, സലഫുസ് സാലിഹുകളുടെ മദ്ഹബ് അഥവാ ഇസ്ലാമിക ചരിത്രത്തിൽ സലഫുകൾ എന്ന് പറയുന്ന ഹിജ്റ 3 നൂറ്റാണ്ട് കാലത്തുള്ള സഹാബികൾ, താബികൾ അവരുടെ മദ്ഹബാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അവർക്ക് ശേഷം ഇസ്ലാമികയിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളും വ്യതിയാനങ്ങളും ചിന്തകളും അതൊന്നും നിങ്ങൾ സ്വീകരിക്കരുത്. അദ്ദേഹം പറയുന്നു, വളരെ വ്യക്തമായിട്ട് പേരെടുത്തുകൊണ്ട് തന്നെ പറയുന്നു അള്ളാഹു അർശിൽ ഇസ്തിവായിലാണ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പറയണം. വന്നവും ഇസ്തിവാ ഉദ്ദാത്തി അല്ല, അള്ളാഹുവിന്റെ ദാത്ത് തന്നെയാണ് ഇസ്തിവായിൽ. അശ്ശരികൾ പറയുന്നത് അള്ളാഹു ഇസ്തിവായിലാണെന്ന് പറയാൻ പറ്റില്ല, അള്ളാഹു അർശിനെ ഉടമപ്പെടുത്തിയിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പറയുന്നു ലാലാമാനൽ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അപ്പൊ അള്ളാഹുവിന്റെ ശരീരം ഉണ്ടെന്ന് പറയേണ്ടി വരും. ആ അർത്ഥത്തിലല്ല. മുജസ്സിമികൾ പറയുന്നത് പോലെ വലാലാമാനൽ ഒലുവി, അർശിന്റെ മുകളിലായി എന്ന അർത്ഥവുമല്ല. ഗമായ കാലത്തിൽ അശ്അരികൾ പറയുന്നത് പോലെ അങ്ങനെയുമല്ല. സലഫുകൾ വിശ്വസിക്കുന്നത് പോലെ കൃത്യമായ അഖീദയുടെ കൃത്യമായ രീതിയാണ് അദ്ദേഹം പറയുന്നത്. വനഊദു ബില്ലാഹി അൻ നഖൂല ഫീഹി ഫീ സിഫാത്തിഹി മാ ല യുഖ്ബിറന ബിഹി വ റസൂൽ, അല്ലാഹുവിന്റെ സിഫത്തുകളിൽ കൈ, കൺ, കരം എന്നൊക്കെ പറഞ്ഞ അള്ളാഹിന്റെ സിഫത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ അള്ളാഹു റസൂലും പറയാത്ത അർത്ഥം നാം പറയുന്നതിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു ഇന്നത്തെ കേരളത്തിലെ ഉലമാക്കളൊക്കെ ഇൽമുൽ കലാമിന്റെ ആളുകളാണ്. ദൈവശാസ്ത്രത്തിൽ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ശാസ്ത്രത്തിനാണ് ഇൽമുൽ കലാം എന്ന് പറയുക. നമ്മുടെ കേരളത്തിൽ ദർസുകളിൽ പോകുന്നത് ഭൂരിപക്ഷം ഇത്തരം കിതാബുകളാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ലസ്തു സാഹിബ കലാമിൻ, ഞാൻ ഇൽമുൽ കലാമിന്റെ ആളല്ല. ഇതിലൊന്നും ഒരു കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന്റെ കിതാബിലും നബിയുടെ ഹദീസിലുമുള്ളതല്ലാതെ ഞാനൊന്നും അംഗീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം വളരെ വ്യക്തമായി ഇസ്ലാമിന്റെ നിലപാട് പറയുന്നു. അല്ലദീ യജിബു അലാ മൻ യുരീദു ദുഖൂല ഫീ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഷഹാദത്ത് കലിമ അവൻ ഉച്ചരിക്കണം. ഇസ്ലാം ദീൻ അല്ലാത്ത മറ്റെല്ലാ ദീനുകളിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. അള്ളാഹുവിന്റെ ഏകത്വം അവന്റെ ഹൃദയം കൊണ്ട് അവൻ അംഗീകരിക്കണം. അദ്ദേഹം പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഇഖ്ലാസ് ചെയ്യുക, ഒരു നിലയ്ക്ക് നിങ്ങൾ ശിർക്കിൽ അകപ്പെടരുത്. അള്ളാഹുവിനെ മാത്രം ഏകത്വം നിങ്ങൾ അംഗീകരിക്കുക. അവന്റെ വാതിൽ നിങ്ങൾ സദാ കാത്തിരിക്കുക. അവനോട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അവനല്ലാത്തവരോട് ചോദിക്കരുത്. മറ്റുള്ളവരിൽ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ, ആഗ്രഹങ്ങൾ തവക്കുലാക്കരുത്. അദ്ദേഹത്തിന്റെ ഒരു ഫതുഹുർ റബ്ബാനി എന്ന പുസ്തകത്തിലാണ്. ഈ ആളോടാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നത്. അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുടെ തെറ്റിദ്ധരിക്കപ്പെട്ട വചനങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത്. ഖുർആനെ പറ്റി അഹ്ലുസുന്നയുടെ വിശ്വാസം, നമ്മൾ ഈ ഓതുന്ന ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. അഹ്ലുസുന്ന പെടാത്ത അശ്ശരികളും മാതുരിദികളും വിശ്വസിക്കുന്നത് ഈ സാധനം അള്ളാഹിന്റെ കലാമല്ല, അള്ളാഹിന്റെ കലാം ലൗഹുൽ മഹ്ഫൂദിലാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള സാധനം ജിബ്രീൽ നബിക്ക് എത്തിച്ചു കൊടുത്ത അതിന്റെ ഒരു കോപ്പി ആണ്
അത് യഥാർത്ഥ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലാണെന്ന്. എന്നാൽ ഇദ്ദേഹം പറയുന്നു ഹാദൽ കിതാബുൽ മത്ലൂബു ഹാദൽ മഖ്റൂബ് ഹാദൽ മസ്മൂ ഹാദൽ മൻദൂർ. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, പാരായണം ചെയ്യുന്ന, വായിക്കുന്ന ഈ ഖുർആൻ അൽ മക്തൂബു ഫിൽ മസാഹിഫ്, മുസ്ഹഫിൽ എഴുതപ്പെട്ട ഖുർആൻ കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാം. അതുപോലെ അദ്ദേഹം പറയുന്നു ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നയെ അനുധാവനം ചെയ്യൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്. സുന്നത്ത് എന്താ? ഫസ്സുന്നത്തു സുന്നത്തു റസൂലില്ലാഹ്, സുന്നത്ത് നബിയുടെ ചര്യയാണ്. ജമാഅത്ത് എന്നാൽ എന്താണ്? മാ ഇത്തഫഖ അലൈഹി സഹാബ, സഹാബത്തുകൾ ഏകോപിച്ച കാര്യമാണ് ജമാഅത്ത്. ഇതാണ് മുസ്ലിങ്ങൾ പിന്തുടരുന്നത്. അതുപോലെ ഭരണാധികാരിയെ അനുസരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. വത്താഅത്തു ലിഅഇമ്മത്തിൽ മുസ്ലിമീന വഇത്തിബാഉഹും വസ്സലാത്തു ഖൽഫ കുല്ലി ബർദിൻ വഫാജിർ വൽ ആദിൽ മിൻഹും വൽ ജാഇർ വമൻ വല്ലഹു വനസബു വസ്തനാബു. എല്ലാ മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾക്കും അനുസരണം പ്രതിജ്ഞ ചെയ്യണം, അവരെ പിന്തുടരണം, അവരെ പിന്നിൽ നമസ്കരിക്കണം. അവർ നല്ലവരാണെങ്കിലും തമ്മാടികളാണെങ്കിലും നീതിമാന്മാരാണെങ്കിലും അക്രമികളാണെങ്കിലും അവരുടെ പിന്നിൽ മാത്രമല്ല, അവരുടെ പ്രതിനിധികളായി അവരെ ഏൽപ്പിച്ച ചുമതലപ്പെടുത്തിയ ആളുകളുടെ പിന്നിലും ഇതുപോലെ നമസ്കരിക്കണം. അവരുടെ തെറ്റ്, ഒരു കുറ്റം തെറ്റും നമ്മൾ നോക്കേണ്ടതില്ല. അത് അഹ്ലുസ് സുന്നത്തിന്റെ അഖീദയാണ്, അദ്ദേഹം ഒന്നയിൽ പറയുന്നു. അതുപോലെ വിദേഹത്തിന്റെ ആളുകളെ വളരെ ശക്തമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കാണാം. ഏറ്റവും വലിയ വിദേഹത്തിന്റെ കക്ഷിയായ ഷിയാക്കളെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഇസ്ലാമിലെ എല്ലാ നൂറുകണക്കിന് അവാന്തര വിഭാഗങ്ങളുടെയും അടിസ്ഥാനം 10 വിഭാഗങ്ങളിലാണ്. ഉദാഹരണം, പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണമെന്ന് പറയുന്നവരുടെ അടിസ്ഥാനം മുഅ്തസിലികളാണ്. ഭരണാധികാരികൾക്കെതിരെ കലാപുണ്ടാക്കണമെന്ന് പറയുന്നവരുടെ അടിസ്ഥാനം ഖവാരിജികളിലാണ്. പിന്നെ സഹാബത്തിനെ കാഫിറാക്കുക എന്നതിലൂടെ അടിസ്ഥാനം ഷിയാക്കളിലാണ്. ഇങ്ങനെ 10 കൂട്ടർ അദ്ദേഹം പറയുന്നു അസ്ലു സലാസത്തി വസബീന ഫിർഖ അശ്റ, 23 വിഭാഗത്തിന്റെ അടിസ്ഥാനം 10 വിഭാഗത്തിലാണ്. ഒന്ന് അഹ്ലുസ് സുന്ന, രണ്ട് ഖവാരിജി, ഷിയ, മുഅ്തസില, മുർജിയ, മുശബ്ബിയ, ജഹ്മിയ, ദിറാറിയ, നജാരിയ, കുല്ലാബിയ. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ 10 വിഭാഗങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു അമ്മൽ ഫിർഖത്തുൻ നാജിയ അഹ്ലുസ് സുന്ന, അഹ്ലുസ് സുന്നയാണ് ഇതിൽ വിജയിച്ച കക്ഷി. അദ്ദേഹം ഷിയാക്കളെ പറ്റി പറയുന്നു അവരിൽ ജൂതന്മാരോട് സാദൃശ്യമായ പല സംഗതികളും അവരുടെ ദീനിലുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നു ജിബ്രീൽ തെറ്റുപറ്റിയിട്ടാണ് നബിക്ക് വഹി ലഭിച്ചത് എന്നവർ വിശ്വസിക്കുന്നു. അരിക്കാണ് വഹി നൽകേണ്ടത്. അവർ കദബു അലൈഹിം ലഅനത്തുല്ലാഹ്, അവർ കള്ളമാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ ശാപം അവരിൽ ഉണ്ടായിരിക്കട്ടെ. മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു മുആവിയയുടെ ഇമാമത്തെ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അംഗീകാരം നൽകിയതോടുകൂടി അന്ന് മുസ്ലിം ലോകത്തെ ആമുൽ ജമാ, ഐക്യത്തിന്റെ വർഷം എന്ന പേരിൽ ആ വർഷം അറിയപ്പെട്ടു. അതിനുശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ഖിലാഫത്ത്, അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അതുകൊണ്ട് എല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ. ഇങ്ങനെ അഹ്ലുസ് സുന്നയുടെ ഈ കർശനമായ ഷിയാക്കളോടുള്ള ഈ നിലപാട് കാരണം 2 തവണ ഷിയാക്കൾ അദ്ദേഹത്തിന്റെ ഖബറും അദ്ദേഹത്തിന്റെ മദ്രസയും തകർക്കുകയുണ്ടായി. 1502 ഇറാനിൽ സഫവികൾ ഷിയാക്കൾ അധികാരമേറിയപ്പോൾ ഷാ ഇസ്മായിൽ ആണ് ആദ്യമായിട്ട് ഇറാനിലെ ഷിയ ഭരണാധികാരി. അദ്ദേഹം ജീലാനിയുടെ, അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഖബറും അദ്ദേഹത്തിന്റെ ഖബറുള്ള മദ്രസയും തകർക്കുകയുണ്ടായി. പിന്നീട് തുർക്കിയിലെ ഉസ്മാനി ഖലീഫ സുലൈമാനുൽ ഖാനൂനിയാണ് 941 ആ ഖബറും ആ മദ്രസയും പുനഃസ്ഥാപിച്ചത്. പിന്നീട് ഷിയാക്കൾ രണ്ടാമത് ഷാ അബ്ബാസ് സഫവിയുടെ കാലത്തും അദ്ദേഹത്തിന്റെ ഖബറും മദ്രസയും തകർക്കുകയുണ്ടായി. 1033 അത് പുനർനിർമ്മിച്ചത് തുർക്കി സുൽത്താൻ മുറാദ് നാലാമൻ 1048 അദ്ദേഹം തന്റെ മരണസമയത്ത് തന്നെ മകനോട് പറഞ്ഞൊരു ഉപദേശം അദ്ദേഹത്തിന്റെ ഈ ഫതൂർ റബ്ബാനിയിൽ ഇങ്ങനെ കാണാം, നീ നിന്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിൽ അർപ്പിക്കുക, നീ അത് അള്ളാഹുവിനോട് നിന്റെ എല്ലാ ആവശ്യങ്ങളും ആവശ്യപ്പെടുക, അല്ലാഹ് അല്ലാത്ത ഒരാളെയും നീ വിശ്വസിക്കരുത്, അള്ളാഹുവിൽ അല്ലാതെ നീ ആരെയും ആശ്രയിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു തൗഹീദിനെ മുറുകെ പിടിക്കുക. തൗഹീദിനെ മുറുകെ 3 പ്രാവശ്യം
എല്ലാറ്റിന്റെയും അടിസ്ഥാനം തൗഹീദാകുന്നു. ഇത് ഫത്തുർ റബ്ബാനി പേജ് 373. അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ഹൃദയത്തെ കവർന്നെടുക്കുന്ന തമ്മാടിക പാപങ്ങൾ വെടിയുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ കുത്തുബകൾ പലതും ഇന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ. നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? നിന്റെ ഹൃദയത്തിൽ എത്ര ദൈവങ്ങളാണ്? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമു. നീ അല്ലാഹു അല്ലാതെ ആരെയാണ് ആശ്രയിക്കുന്നത്, ആരിലാണ് നീ വിശ്വാസം പുലർത്തുന്നത്, അതൊക്കെ നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർകിൽ ഖൽബ്. ഹൃദയത്തിൽ ഇങ്ങനത്തെ ഒരുപാട് ശിർക്കുമായി കൊണ്ട് നടക്കുകയും വായ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യുന്നത് കൊണ്ട് നിനക്ക് യാതൊരു ഗുണവും വരാൻ പോകുന്നില്ല. അതുപോലെ ലാ യൻഫഉക തഹാറത്തുൽ ഖാലിബ്. ശരീരത്തിന്റെ ശുദ്ധി നിനക്ക് കൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനമില്ല. മഅ നജാസത്തിൽ ഖൽബി. നിന്റെ ഹൃദയം മുഴുവൻ മലിനമാണ്, ശിർക്കിന്റെ മാലിന്യമാണ്. അതുകൊണ്ട് അൽ മുവഹിദു യുദ്രി ശൈത്താനഹു. മുവഹിദായ മനുഷ്യൻ അവന്റെ പിശാചിനെ ചങ്ങലക്കിടും. വൽ മുശ്രികു. ശിർക്ക് ചെയ്യുന്ന ആൾ യുദ്നീഹി ശൈത്താനഹു. അവന്റെ പിശാച് അവനെ ചങ്ങലക്കിടും. അദ്ദേഹത്തിന്റെ ഫത്തുർ റബ്ബാനിയിൽ അദ്ദേഹം പറയുന്നു, ഇസ്ലാം തന്റെ കാലത്ത് ആളുകൾ ഇസ്ലാമിൽ നിന്ന് അകലുകയും ശിർക്കും വിദേഹത്തും അതുപോലുള്ള തോന്നിവാസങ്ങളും അതുപോലെ ദൂർത്തും പൊങ്ങച്ചവും നടത്തിയതിൽ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, അൽ ഇസ്ലാമു യബിക്കി വയസ്തഗീസു യദഹു യദഹു ഫീ റഅസിഹി മിൻ ഹൗലാഇൽ ഫുജ്ജാർ മിൻ ഹൗലാഇൽ ഫുസ്സാർ മിൻ ഹൗലാഇ അഹ്ലിൽ ബിദ്അ വൽ ദലാലത്തി വൽ ളലമ മിനൽ ലാബിസീന സിയാബൽ സൂരി മിനൽ മുദ്ദഈന ബിഹി വലൈസ ബിഹി. ഇസ്ലാം കരയുന്നു, തേങ്ങുന്നു. ആ ഇസ്ലാം അതിന്റെ കൈ തലയിൽ വെച്ചുകൊണ്ട് വിലപിക്കുന്നു. ഈ തമ്മാടികളും കുറ്റവാളികളും വിദേഹത്തിന്റെയും ദലാലത്തിന്റെയും അതിക്രമത്തിന്റെയും ആളുകളിൽ നിന്ന് അവർ ഇസ്ലാമിന്റെ വസ്ത്രം അന്യായമായി ധരിച്ചവരാണ്. എന്നാൽ അവർക്ക് അതിലൊട്ടും വിശ്വാസമില്ല. ഈ രീതിയിലുള്ള നൂറുകണക്കിന് വചനങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കാണാം. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ അതിവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ തർബീയത്തിന്റെയും തൗഹീദിന്റെയും ഇഖ്ലാസിന്റെയും മുജാഹദയുടെയും ജിഹാദിന്റെയും അദ്ദേഹത്തിന്റെ സന്ദേശം ഈ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം ഹിജ്റ 561 തന്റെ 91ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ പാഠശാലയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് അത്ഭുതം. 1000 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ മദ്രസയും അദ്ദേഹത്തിന്റെ ആ പ്രദേശവും ഇന്നും ബാഗ്ദാദിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആളുകൾ അദ്ദേഹത്തിന്റെ മൂല്യങ്ങളിൽ നിന്നൊക്കെ കൈവടിഞ്ഞുകൊണ്ട് ശിർക്കിന്റെയും വിദേഹത്തിന്റെയും ഒക്കെ പ്രബോധകരും പ്രചാരകരുമാണ് എന്നത് ഒരു വിധി വൈകല്യമായിരിക്കാം. ഏതായാലും മൊഹീദ്ദീൻ ഷെയ്ഖിനെ പോലെയുള്ള അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ ജീലാനിയെ പോലെയുള്ള മഹാരഥന്മാർ ലോകത്ത് സൃഷ്ടിച്ച വിപ്ലവം വിശ്വാസത്തിന്റെയും തർബീയത്തിന്റെയും തസ്കിയത്തിന്റെയും ഇസ്ലാഹുൻ നഫ്സിന്റെയും ആത്മസംസ്കരണത്തിന്റെയും മുജാഹദയുടെയും ജിഹാദിന്റെയും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതുപോലുള്ള മനുഷ്യന്മാരാണ് ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം കെട്ടുപോകുന്ന സന്ദർഭത്തിൽ അത് വീണ്ടും അതിനെ കത്തിക്കുകയും അതിനെ സമൂഹത്തിന് ഇസ്ലാം വീണ്ടും സജീവമാക്കുകയും ചെയ്തത്. അള്ളാഹു അവരുടെ പാതയിൽ മുന്നേറുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി മുഹമ്മദിൻ വഅലി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബ്രവൻ സാഹിബിനോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമുക്ക് എത്ര സമയമാണോ വേണ്ടത് അത്ര എടുത്തിട്ട് ബാക്കി വല്ലതും ഉണ്ടെന്ന് മതിയായിരിക്കുന്നത്. പിന്നെ എപ്പോഴാണോ തീരുന്നത് അപ്പോൾ നിസ്കരിച്ചാൽ മതിയെന്നു. അതുകൊണ്ട് പിന്നെ അല്പസമയം കൂടി നമ്മൾ നിസ്കാരം നിൽക്കുകയാണ്. നല്ല ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ വളരെ സന്തോഷകരവും വളരെ ചരിത്രപരവും കൂടെ ഇരുന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഇത്ര കാലമായി നമ്മൾ മദീശേഖിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അനുഭവം, ചെറുപ്പത്തിൽ മദീശേഖിനെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു മതിപ്പ് തോന്നുന്ന അവസ്ഥയല്ല. മറ്റേ മുസകുട്ടി മുസ്ലിയോട് ഞാൻ എനിക്ക് ചോദിച്ചു, പിന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് നിർത്താതെ കൈയടിച്ചിട്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ഒറ്റക്കാലിൽ നിന്ന് പാട്ട് പാടിയിട്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തുന്ന ആളുകൾ, അതുപോലെ ഒരാളാണോ മദീശേഖ് എന്ന് ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ട് എൻ്റെ വളരെ കുട്ടിക്കാലത്ത്. പിന്നെ അതിന് അദ്ദേഹം നിർത്താതെ ഒരുപാട് നേരം ചിരിച്ചു, പിന്നെ പലരോട് പറയും ചെയ്തു, ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്, ഇതെല്ലാം മദീശേഖ് എന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു മദീശേഖിനെ പറയാം. പിന്നെ കേട്ടിരുന്നത് പിന്നെ അക്കീം പൈസി, മുസ്ലിയര്, കുഞ്ഞിമോൻ സാഹിബ്, കുഞ്ഞിമോൻ ഞങ്ങൾ വിളിക്കണ നിങ്ങളുടെ അഭിപ്രായമാണ് ശരി. ഇവരൊക്കെ ഒരു സുന്നി പശ്ചാത്തലം ഉണ്ടായിരുന്ന കാലത്ത് എനിക്കെതിരെ ചൂണ്ടിക്കൊണ്ട് വർത്താനം മുപ്പരനെ പറഞ്ഞിരുന്നതാണ്, ഇവര് മദീശേഖിനെയൊക്കെ വഹാബിയാക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴും എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. ഇസ്ലാമിക കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ നവോത്ഥാന നായകന്മാർ പറഞ്ഞിട്ടൊരു ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള, അതുപോലെ പിന്നെ ഇമാം അബു ഹനീഫ റഹിമഹുള്ള, ഇങ്ങനെ കൊണ്ട് മുതൽ തുടങ്ങണ ഒരു ലിസ്റ്റിലുണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നുണ്ട്. അപ്പൊ ഞാൻ ആകെ അതിശയിച്ചിരിക്കാം. കാരണം ഇത് നമുക്കറിയാല് ഒരു കാമ നിന്നിട്ട് ഒരു അത്തം തീർത്തോ എന്നുള്ള ഒരു ഇതായിട്ടാണ്. അന്നാണ്, അതുകൊണ്ടാണ് ശ്രദ്ധാപൂർവ്വം ഇത് പഠിക്കണമെന്ന് തീരുമാനിക്കണതും അന്നേ മനസ്സിലൊരു സംഗതിയാണ്, ഈ മദീശേഖ് ആരാണെന്ന് ഈ നാട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരവസരം ഉണ്ടാകുന്നത്. അത് അന്ന് എന്നോട് മറുവശം തർക്കിച്ചിരുന്ന അബ്ദുറഹ്മാൻ സാഹിബിന് തന്നെ കിട്ടി എന്നത് നമ്മുടെ വലിയ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അദ്ദേഹം വളരെയധികം പഠിച്ചിട്ടുള്ള ഒരു അവതരണം വളരെ ചരിത്രപരവുമാണ്. ഞാൻ നേരത്തെ തന്നെ അതിൽ പഠിച്ചു വെച്ച സംഗതി എന്താണെന്ന് വെച്ചാൽ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം ഭംഗിയായിട്ടുണ്ട്, അതൊന്നും ഞാൻ പറയേണ്ടതില്ല. പിന്നെ നവോത്ഥാനം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അഥവാ എല്ലാവരും അങ്ങനെ അങ്ങനെ നടക്കലല്ല. സമൂഹത്തെ അതിന്റെ തെജ്ദീദ് എന്നാണ് ആ നവോത്ഥാന നായകന്മാർ എന്നുള്ള പുസ്തകത്തിന്റെ പേരിന്റെ തെജ്ദീദ് ആണ്. അപ്പൊ അതില് പിന്നെ ഖിലാഫത്ത് രാജവാഴ്ചയിലേക്ക് പോയ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയാണ് അതിനെ തിരിച്ച് ഖിലാഫത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇദ്ദേഹമാണ് സർവാംഗീകൃതനായ ആദ്യത്തെ മുജദ്ദിദ്. ഈ തജ്ദീദ് എന്ന് പറഞ്ഞത് എന്താണ്? അത് ഇസ്ലാം വേണ്ടാന്ന് വെച്ച ആളുകളെ കൊണ്ട് വേണമെന്ന് പറയിപ്പിക്കലാണ് തജ്ദീദ്. പലപ്പോഴും ക്ലാസ്സുകളിൽ ഉദാഹരണം പറയുന്നു, ഈ വീട്ടിൽ പുട്ട് ബാക്കിയാവും രാവിലെ, കാരണം പുട്ട് പലർക്കും പറ്റില്ല. സ്കൂളിൽ വരുമ്പോ ഉമ്മ അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് നെയ്യും രണ്ട് കറിവേപ്പിലും ഒക്കെ കൂടിയിട്ടിട്ട് ഒരു സാധനം ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. രാവിലെ പുട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ അത് ഇന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് തജ്ദീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വേണ്ടാന്ന് വെച്ച സമൂഹത്തെ ഇത് തന്നെയാണ് ഞങ്ങൾ തേടുന്നത് എന്ന് തിരിച്ചു പറയിപ്പിക്കലാണ്. ആ നവോത്ഥാന നായകന്മാരുടെ മുഴുവൻ ചരിത്രം പഠിച്ചു നോക്കിയാലും ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. വേണ്ടാന്ന് വെച്ചവരെ കൊണ്ട് വേണമെന്ന് പറയിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ തജ്ദീദ്. കാരണം വെച്ചാൽ അവര് കാണുന്നത് വേറെന്തോന്നായിരിക്കും, അത് തിരിച്ചു മനസ്സിലാക്കി കൊടുക്കുക എന്നത്. പിന്നെ നവോത്ഥാന നായകന്മാരുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവര് മുന്നിട്ടിറങ്ങി അധ്വാനിച്ച് സമൂഹത്തെ തിരുത്തുകയായിരുന്നു. എന്നിട്ട് അതിനു വേണ്ടി നിരന്തരമായ ജിഹാദ്, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ മുസ്ലിം സമുദായത്തെ യഥാർത്ഥ ഇസ്ലാമിക സമൂഹമാക്കി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്തത്. ഉമർ ബിൻ അബ്ദുൽ റഹിമഹുള്ള പിന്നെ ഖലീഫയായിരിക്കുന്ന സമയത്ത് ഒരു ഗവർണർ അദ്ദേഹത്തിന് കത്തയക്കുന്നുണ്ട്. ഈ അമുസ്ലിങ്ങൾ ധാരാളമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് കൊണ്ട് ജിസിയ വരുമാനത്തിൽ ഭയങ്കര കുറവ് വരുന്നുണ്ട്. മുസ്ലിങ്ങൾ കൊടുക്കുന്ന നികുതി ഉണ്ടല്ലോ ജിസിയ, അതിന് ഭയങ്കര കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ്. അതിന് ഒരു മറുപടി ഉണ്ട്. മുഹമ്മദിനെ അന്ന് നിയോഗിച്ചിട്ടുള്ളത് നികുതി വിൽക്കാനല്ല, ഹിദായത്ത് കാട്ടി കൊടുക്കാനാണ്. അതുകൊണ്ട് നികുതി വിൽക്കലല്ല നമ്മുടെ വഴി, ആളുകളെ ഹിദായത്തിലാക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് മറുപടി പറഞ്ഞത്. ഇമാം അബു ഹനീഫ ഫിഖ് എന്താണ് എന്ന് ആകപ്പാടെ കാലിശം പറഞ്ഞ സമയത്ത് അതിനോട് നമുക്ക് വളരെ വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് ഒന്നാമത് പങ്കുവഹിച്ച മുജദ്ദിദ് പിന്നെ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ്. അങ്ങനെ ഒരുപാട് പേരുടെ ചരിത്രം ഞാൻ അതിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുള്ളയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടത് അദ്ദേഹത്തിന്റെ എതിർപ്പ് ആത്മീയതയാണ് പറയാറുള്ളത്.
മുഹദ്ദിൻ ഷെയ്ഖിന്റെ എതിർപ്പ് കൊണ്ട് ഖലീഫ ഗവർണറെ മാറ്റാൻ നിർബന്ധിതനാകുന്നുണ്ടാവും. ഇങ്ങനത്തെ അക്രമികളിൽ അക്രമിയായ ആളെയാണോ ഞങ്ങളെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഭരണാധികാരിയുടെ മുഖത്തു നോക്കി ചോദിച്ചിട്ട് അവസാനം അദ്ദേഹം കരയുകയും ആ ഗവർണറെ മാറ്റുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കലിമത്തു ഹക്കൻ ഇൻ ദ സുൽത്താനിൻ ജാഹിലിൻ അതവിടെ കാണാൻ കഴിയും. അതേ സമയത്ത് ഇതേ പിന്നെ അദ്ദേഹത്തിന് നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഉലുൽ അംറിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതി കാണാൻ കഴിയും. ഇന്ന് നമ്മൾ അവിടുന്നും കടന്ന് ലോകത്ത് മുസ്ലിങ്ങൾക്ക് നേതൃത്വം ഇല്ല. ഉലുൽ അംർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തന്നെ ഇല്ല. ഓരോരോ ഗോത്രങ്ങളും ഓരോരോ കലിപ്പുള്ളോ കാര്യക്കാരെന്ന് പറഞ്ഞ മാതിരി ആരൊക്കെ കയറി ഇരുന്നിട്ട് മുസ്ലിങ്ങളെ തലയിൽ കയറി ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ ലോക മുസ്ലിങ്ങൾക്ക് ഒരു ഉലുൽ അംർ പോലും ഇല്ലാത്ത സമയത്താണ് സ്വാഭാവികമായിട്ടും ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയുടെ പോലെയുള്ള ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള തജ്ദീദി പ്രവർത്തനങ്ങൾ എന്നിട്ട് സംഘടിതമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വർത്തമാനങ്ങൾ നമ്മുടേതായി പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ മുഹദ്ദിൻ ഷെയ്ഖിന്റെ വളരെ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പറയാണ്, നമ്മുടെ അഭിപ്രായമാണ്. അല്ല, മുഹദ്ദിൻ ഷെയ്ഖിന്റെ അഭിപ്രായം ഇതാണ്, മുഹദ്ദിൻ ഷെയ്ഖ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മുടെ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് വേഗം ധരിക്കും, വേഗം ഉൾക്കൊള്ളാൻ കഴിയും. മുഹദ്ദിൻ ഷെയ്ഖിനെ മനസ്സിലാക്കാൻ നമുക്ക് പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് പിന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് പറഞ്ഞാൽ ഫത്വൽ ബാരി എഴുതിയാണ്. പിന്നെ ഇബ്നു ഹജർ അൽ ഹൈതമിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുടരപ്പെടുന്ന ശാഫി പണ്ഡിതൻ. അവര് രണ്ടാളും മുഹദ്ദിൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞത് വായിച്ചാൽ തന്നെ മുഹദ്ദിൻ ഷെയ്ഖ് ആരാന്ന് മനസ്സിലാക്കും. ഇങ്ങനെ ഇതിലൂടെ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാനും അങ്ങനെയൊക്കെയുള്ള പിന്നെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒരു നല്ല നാളെ, ഇന്നത്തെക്കാളും നല്ല നാളെ, പിന്നെ ഈ നമ്മൾക്ക് ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇമാം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹിമഹുല്ലാഹ് ഹംബലി മദ്ഹബുകാരനാണ്. അതോടൊപ്പം അദ്ദേഹം ഷാഫി പണ്ഡിതനുമാണ്, അല്ലെ? ഷാഫി, അതുകൊണ്ട് ചില കിതാബുകളിലൊക്കെ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ തന്നെ ഹംബലി ഷാഫി രണ്ടുമാണ്. ഇനി രണ്ട് മദ്ഹബിൽ ഒരാൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ മദ്ഹബുകൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അദ്ദേഹം അവഗണിച്ചു. എന്നിട്ട് എല്ലാ മദ്ഹബുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമായി അംഗീകരിക്കാൻ യോജിക്കുന്ന ഒരു ഇസ്ലാം ഉണ്ടാകും. അതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് പേരിന്റെ കൂടെ രണ്ട് മദ്ഹബിന്റെ പേര് വേണത്. സ്വാഭാവികമായിട്ട് ഇക്കാലത്ത് അതിന് വലിയ പ്രസക്തി ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്താൽ നേരം എടുക്കോളം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാനുള്ള അതിമാത്രം ഉണ്ട്. അതേ സമയത്ത് അഭിപ്രായ ഐക്യമുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, സുബഹിക്ക് ഖുനൂത്ത് ഓതണോ വേണ്ടേ, ഇത് തർക്കമുണ്ട്. ഓതണം എന്ന് പറയുന്നിടത്തും ആയിരക്കണക്കിന് ആളുണ്ടാവും, ഓതണ്ടെന്ന് പറയുന്നിടത്തും ആയിരക്കണക്കിന് ആളുണ്ടാവും. സുബഹിക്ക് പള്ളിയിൽ ചെന്നാൽ ഒരു സബ് കഴിഞ്ഞിരിക്കില്ല, പിന്നെ എവിടെ ഓതലും ഓതാതിരിക്കുന്നു. അപ്പൊ സുബഹി നിസ്കരിക്കലാണ് യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം. അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളിൽ ആസ്പദമാക്കിയിട്ട് നമ്മൾ ഒത്തുപിടിച്ച് ശ്രമിച്ചാൽ ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ചും നമ്മുടെ ആധുനിക കാലം അത്തരം പ്രവർത്തനങ്ങളെയും അത്തരം വ്യക്തിത്വങ്ങളെയും തേടുന്ന കാലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുഫ്ർ വളർന്ന് പടർന്ന് പന്തലിച്ച് സ്വന്തം മക്കളെ ക്യാമ്പസിലേക്ക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞയക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കുടുംബം, മക്കൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല. കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊടുത്തു. കല്യാണം കഴിച്ചവര് പോലും ബാക്കിയുള്ളവരെ കഴിക്കണ്ട. ഇങ്ങനെ കുഫറിന്റെ പലവിധ വരവുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പൊതുവിൽ വലിയ ദ്രോഹമുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെയും തീർക്കാതെ. ചില തർക്കങ്ങളൊക്കെ സ്വർഗത്തിൽ നിന്ന് തീരാറുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹും ത്വലഹത്തും സുബൈർ റളിയല്ലാഹു അൻഹു രണ്ടാളും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പക്ഷത്ത്, അലി റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത്. എന്നിട്ട് യുദ്ധം, ജമൽ യുദ്ധം. ഈ ജമൽ യുദ്ധത്തിലെ എതിർകക്ഷിയായ ത്വലഹത്ത് സുബൈർ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം എന്താ? ഫനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഖില്ലിൻ. പിന്നെ അവർക്ക് സ്വർഗത്തിലുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്ന പരസ്പര വിദ്വേഷം അല്ലെങ്കിൽ പരസ്പര ഖില്ലുണ്ടാകും, അതൊക്കെ നാം ഊരി കൊടുക്കും എന്നാണ്. അത് കിട്ടും ഞങ്ങൾക്ക്, എനിക്കും തൽഹത്തുൽ സുബൈറിനും അത് കിട്ടുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു തനിക്കെതിരെ യുദ്ധത്തിന് വന്ന ആളുകളെ കുറിച്ച് പറയാം.
അത്രയൊന്നും എതിർപ്പ് മുസ്ലിം സമുദായത്തിൽ ഇല്ല, ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നി വിശാലത, വിയോജിപ്പുള്ള കാര്യങ്ങളിൽ പരസ്പരം ആദരവും വിശാലതയും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സാധ്യതകൾ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പോലുള്ള ആളുകളുടെ വ്യക്തിത്വത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇനിയുമുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി, ഇങ്ങനെ പരിചയമുള്ളതും കൊണ്ടാടപ്പെടുന്നതും അഹ്മദ് സർഹിന്ദി റഹിമഹുല്ലാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള പഠനം വേണമെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബിനൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു സീരീസ് ആയിട്ട് തന്നെ ഒരു 3 മാസത്തിലൊന്നോ ഒക്കെ ആയിട്ട് തന്നെ നടത്താൻ കഴിയും. ഒരുപാട് ആളുകളെയും ഒരുപാട് നല്ല മാതൃകകളെയും പഠിച്ചെടുക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇൽമിന് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് അതിന് തൃപ്തിയുള്ള സ്വീകാര്യമായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനെ ശരിയായി പഠിക്കുവാനും നേരത്തെ പറയപ്പെട്ടതുപോലെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل أعداءنا وأعداءك وأعداء الدين. اللهم انصر أمراءنا وعلماءنا وألف بين قلوبنا المؤمنين ووحد صفوفنا وشتت أعداءنا وأيد أيدينا لإقامة الدين. اللهم انصر إخواننا في كل مكان خاصة في فلسطين. اللهم انصرهم وارحمهم وارفعهم وتقبل شهادتهم واشف مرضاهم يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين. 2 മിനിറ്റ് കൊടുക്കാൻ കൊടുക്കാം.